ഹൈ മഗൾസ്, അറക്കിലാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ പല്ലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പല്ല് സ്ട്രക്ചർ ഓഫ് ടൂത്ത്. അപ്പൊ പല്ലിന്റെ ഭാഗങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, സിമന്റം. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ആർക്കുള്ളത്, പല്ലിനുള്ളത്. പല്ലിനെ നമ്മളിങ്ങനെ കീറി മുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിന് എത്ര ഭാഗങ്ങൾ ഉണ്ടാവും? 4 ഭാഗങ്ങൾ. ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, സിമന്റം. ഒന്ന് പറഞ്ഞോളൂ. ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, സിമന്റം. ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, സിമന്റം. ഓക്കെ. ഇതില് ഈ ഇനാമൽ ഉണ്ടല്ലോ, ഈ ഇനാമൽ നിർമ്മിച്ചിട്ടുള്ളത് നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്. ഏത് ടിഷ്യൂ കൊണ്ടാണ്? നോൺ ലിവിങ് ടിഷ്യൂ അഥവാ നിർജീവ കലകൾ കൊണ്ട്. ഓക്കെ. എന്നാൽ അതേസമയം ഡെന്റൈൻ നിർമ്മിച്ചിട്ടുള്ളത് ലിവിങ് ടിഷ്യൂ കൊണ്ടാണ് അഥവാ ജീവനുള്ള കലകൾ കൊണ്ടാണ്. ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കുട്ടികൾക്കും മാറാറുണ്ട്. ഇനാമലാണോ നോൺ ലിവിങ് അതോ ഡെന്റൈൻ ആണോ നോൺ ലിവിങ്, അല്ലെങ്കിൽ ഇനാമലാണോ ലിവിങ് അതോ ഡെന്റൈൻ ആണോ ലിവിങ്? സ്വാഭാവികം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു ബുദ്ധിപരമായ ഐഡിയ ഞാൻ പറയാൻ പോകുന്നത്. ഇനാമൽ ചത്തു എന്നാലോചിക്കാം. ഇനാമൽ ചത്തു. എപ്പോഴേലൊക്കെ ചത്തോട്ടെ. ഇനാമൽ ചത്തു എന്ന് ആലോചിച്ചാൽ സിമ്പിൾ ആണ്. ഇനാമൽ അപ്പൊ ഏത് ടിഷ്യൂ? നോൺ ലിവിങ് ടിഷ്യൂ അല്ലെങ്കിൽ നിർജീവ കല. അപ്പൊ സ്വാഭാവികമായിട്ടും ഡെന്റൈൻ ഏത് ടിഷ്യൂ ആയിരിക്കും? ലിവിങ് ടിഷ്യൂ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഈ ഒരു മെത്തേഡിലൊക്കെ എന്ത് ചെയ്യുക, ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ബയോളജി പഠിക്കുക. നമുക്ക് സുഖമായിട്ട് സുന്ദരമായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മാർക്ക് കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ പഠിക്കണം. ഇങ്ങനത്തെ കുറെ ടിപ്സും കണക്ഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ആപ്പിലും ജോയിൻ ചെയ്യുക. നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സൂപ്പർ ആയിട്ട് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ വെറുതെ ചുമ്മാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും, ഡെന്റൈൻ ലിവിങ് ടിഷ്യൂ കൊണ്ടാണോ നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യൂ, കമന്റ് ചെയ്യൂ. സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.